ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാനിൽ തിരിച്ചടിക്ക് മുമ്പേ ഒരു വലിയ നീക്കം നടത്തിയിരുന്നു. നീക്കം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ളത് കൂടെ ഉണ്ടായിരുന്നു ആ നീക്കത്തിനകത്ത്. അപ്പൊ ആ നീക്കത്തിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് താലിബാന്റെ ആഭ്യന്തരമന്ത്രി ഇന്ത്യയിലെത്തി ചർച്ച നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോ അത് കഴിഞ്ഞ് പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടായി. ഇപ്പൊ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്ന് നമ്മൾ കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാന്റെ കിറാണ കുന്നുകളിൽ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിൽ നമ്മൾ അടിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. പക്ഷെ ആ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് അതിന് സ്ഥിരീകരണമൊന്നുമില്ല. നമ്മുടെ രാജ്യം അത് ക്ലെയിം ചെയ്യുന്നില്ല, പാകിസ്ഥാൻ തീരെ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ അമേരിക്കൻ വിമാനങ്ങളും ഈജിപ്ഷ്യൻ വിമാനങ്ങളും അവിടെ പറന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. ഇപ്പോൾ ഇതാ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA കൃത്യമായിട്ട് പറയുന്നു, ഇല്ല, പാകിസ്ഥാനിൽ ആണവ ചോർച്ചയില്ല എന്നാണ് അവർ പറയുന്നത്. ഈ തിരിച്ചടി അവിടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരുപാട് ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഈ IAEA എന്ന് പറയുന്ന ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഇല്ല, അവിടെ ആണവ ചോർച്ചയില്ല എന്നവര് പറയുന്നത്. പക്ഷേ ലോകത്തിലെ പല കൊടികെട്ടിയ യുദ്ധകാര്യ വിദഗ്ധന്മാരും ടോം കൂപ്പറിനെ പോലെയുള്ള ആൾക്കാരും പറയുന്നത് അടിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയതിനെ ഇന്ത്യ അവിടെ ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിനിടയിൽ വരുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർന്ന് കരയുമായിരുന്നല്ലോ. അതായത് ഇവർക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന 4 ഭീകരർ എവിടെ എന്നുള്ളതാണ്. ആ 4 ഭീകരിൽ ഒരുത്തന്നെ ഇപ്പോ ഹോറിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഉടനെ തന്നെ മധ്യപ്പുഴയിൽ നീന്തി കുളിക്കാനുള്ള അവസരം അവന് കിട്ടും. ബാക്കി 3 പേരെ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ കെല്ലർ എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇന്ത്യ തുടങ്ങി വെച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോ കോൺഗ്രസ് മൊത്തത്തിൽ അങ്ങ് പ്രതിരോധത്തിലായിപ്പോയി. ഇവരിപ്പോ ഈ വിജയത്തിന്റെ അവകാശം സമ്മതിച്ചു, വിജയമാണ്. ഈ വിജയത്തിന്റെ അവകാശം ഒരു പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ റാലി നടത്താൻ പോവുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ സിറ്റുവേഷൻ ഇതാണ്. രാജ്യം മുഴുവൻ റാലി നടത്താനായിട്ട് കോൺഗ്രസ് പോകുന്നു. ഇനി പാകിസ്ഥാനിലെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നദിയിൽ വെള്ളം ഒഴുക്കണം എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്, കരഞ്ഞിരിക്കുകയാണ്, കത്തയച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, വളരെ മോശമാണ്, ഞങ്ങളെ നാടൊക്കെ വറ്റി വരണ്ടു തുടങ്ങി, അതുകൊണ്ട് ദയവ് ചെയ്ത് നദിയിൽ വെള്ളം ഒഴുക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴും ഇവന്മാരുടെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. നരേന്ദ്രമോദി അധംപൂരിൽ ചെന്ന് നമ്മുടെ സൈനികരെ അഭിസംബോധന ചെയ്തതിന്റെ അതേ സെറോക്സ് കോപ്പി ആയിട്ട് ഷഹബാസ് ഷെരീഫ് അയാളും സൈനികരെ അഭിസംബോധന ചെയ്യാനായിട്ട് കുറെ കാടും പടലൊക്കെ പറിച്ചു വെച്ചുകൊണ്ട് ടാങ്കിന്റെ മുകളിലൊക്കെ മൂടി അതിന്റെ മുകളിലൊക്കെ കയറിയിരുന്ന് പാകിസ്ഥാനെ ജയ് വിളിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനെ തകർക്കാനുള്ള ഈ സ്ട്രാറ്റജി വർക്കായത്? രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ്സുകാർ എന്തിനാണ് ഇത്ര വിറല് പിടിക്കുന്നത്? അതായത് നമ്മൾ ഈ തിരിച്ചടി തുടങ്ങിയപ്പോൾ, നമ്മുടെ രാജ്യം തിരിച്ചടി തുടങ്ങിയപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ നമ്മളൊന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. തുടക്കത്തിൽ ഒരു വിവരങ്ങളും നമുക്ക് ലഭ്യമാകില്ല, നമ്മളൊന്നും പറയേണ്ടി വരില്ല. ഇത് ലോകം തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് കൃത്യമായി തന്നെ പറയും എന്ന് പറഞ്ഞു. എന്തായാലും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തയായി ആഘോഷിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ. യൂട്യൂബ് തന്നെ 10 കോടി യൂട്യൂബ് ക്രിയേറ്റേഴ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ളിടത്ത് നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞു സ്ഥിരീകരിക്കാത്ത വാർത്തകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഒന്നിച്ച് ഒരു വാർത്ത പോലും കൊടുക്കാതിരുന്നു. നമുക്കറിയാം, നമ്മളും ലൈവൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഒരു വാർത്ത കിട്ടുമ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് അത് പറയാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. പക്ഷെ നമുക്ക് അത് പറയണമെന്നുണ്ട്, റാവൽപിണ്ടിയിൽ അടിച്ചു, പെഷവാർ അടിച്ചു എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ അത് കഴിയാൻ പറ്റും. പക്ഷെ അത് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചു. പക്ഷെ ഈ സമയങ്ങളിലൊക്കെ മീഡിയകൾ നിറഞ്ഞു നിന്നിരുന്നത് പാക് മീഡിയകളിലും പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയകളിലുമായിരുന്നു യുദ്ധം ശരിക്കും നടന്നത്. അവരാണ് ഇന്ത്യ തകർത്തു, ഇന്ത്യയുടെ വ്യോമത്താവളം തകരുന്നതിന്റെ വിഷ്വൽസ്, പിന്നെ അവിടെ തീയിടുന്ന വിഷ്വൽസ്, അങ്ങനെ കുറെ സാധനം. ഇപ്പൊ AI ഒക്കെ ഇറങ്ങിയതുകൊണ്ട് വളരെ എളുപ്പമാണ് പണി. പിന്നെ എവിടെങ്കിലുമൊക്കെ നടന്ന യുദ്ധത്തിന്റെയും ഗസയിലെയും പിന്നെ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ കേന്ദ്രത്തിലെയും ഒക്കെ ആ ഒരു വിഷ്വൽസ് ഒക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതൊക്കെ അവർ തന്നെ പൊളിച്ചെടുക്കി, പാകിസ്ഥാനികൾ തന്നെ പൊളിച്ചെടുക്കി, ഇതൊക്കെ പഴയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിന്റെ പ്രഖ്യാപനം നടത്തി, നമ്മുടെ സൈനിക മേധാവികൾ അത് തെളിവ് സഹിതം തരും. പക്ഷെ ഇപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഈ ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള എന്നും ഇന്ത്യ വിരുദ്ധ വാർത്തകൾ മാത്രം നൽകുന്ന പത്രം വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ വിജയം 2 രീതിയിലാണ്. ഒന്ന്, നയതന്ത്ര തലത്തിലും അവർ വിജയിച്ചു, മറ്റേ ഈ അല്ലാതെ ഉള്ള അവരുടെ സൈനിക തലത്തിലും അവർ വിജയിച്ചിരുന്നു. സമ്പൂർണ്ണ വിജയമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്.
അതുപോലെ തന്നെ ലോകത്തെ യുദ്ധകാര്യ വിദഗ്ധ വിശകലനം നടത്തുന്ന ടോം കൂപ്പർ അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് പാകിസ്ഥാൻ വാലും ചുരുട്ടി ഓടി എന്നാണ് അദ്ദേഹം തലക്കെട്ടിൽ തന്നെ പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യം വളരെ ഷാർപ്പായിട്ട് കൃത്യമായിട്ട്, അതായത് വഴി അടച്ചിട്ട് നാലുപാട് നിന്ന് എല്ലാ വഴികളും അടച്ച് ഉള്ള ഒരു കാര്യമാണ് ഇന്ത്യ ചെയ്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ലോകത്തെ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക, അത് വിശകലനം ചെയ്യും. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ ടീമാണ്, ഒറ്റയ്ക്കൊരു വ്യക്തിയല്ലത്, ടീമാണ്. ഇവർ അനവധി ചിത്രങ്ങളും മറ്റുമൊക്കെ, ഈ ഉപഗ്രഹ ചിത്രങ്ങളും മറ്റുമൊക്കെ അനാലിസിസ് ചെയ്തതിന് ശേഷമാണ് വിശകലനം സാധാരണ അദ്ദേഹം നടത്താറുള്ളത്. എല്ലാ അമേരിക്കൻ പത്രങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് പറയുന്നത്. ആ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയ കാര്യം പറയാനും നമ്മൾ അടിച്ച സ്ഥലങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ആഘാതത്തെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. നമ്മൾ സേനാ മേധാവികൾ പറഞ്ഞല്ലോ നമുക്ക് അതിന്റെ കണക്കെടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇപ്പൊ കണക്കുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഈ സാഹചര്യത്തിലാണ് ഒരു വലിയ വാർത്ത എത്തുന്നു. മെയ് 3 നമ്മൾ അടിക്കുന്നത് മെയ് 7 മെയ് 3 ഇവിടെ താലിബാന്റെ ആഭ്യന്തര ഡെപ്യൂട്ടി മന്ത്രി മുല്ല സദർ ഇന്ത്യയിലേക്ക് എത്തുന്നു, ദില്ലിയിലേക്ക് എത്തുന്നു. മുല്ല സദർ എത്തുന്നു. അദ്ദേഹം ചെറിയ വ്യക്തിയല്ല. 2016 മുതൽ 2020 വരെ അഫ്ഗാന്റെ സൈനിക മേധാവി കൂടിയായിരുന്നു, സൈനിക കമ്മീഷന്റെ. ഒപ്പം തന്നെ ഇറാന്റെ സുരക്ഷാ കമ്മിറ്റിയിലും ഇദ്ദേഹമുണ്ട്. അതായത് ഇറാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ഏറ്റവും കൂടുതൽ ബന്ധം ദൃഢപ്പെടുത്തുന്ന ഒരു നേതാവാണ് ഇദ്ദേഹം. താലിബാന്റെ ഉന്നത നേതാവാണ് ഇദ്ദേഹം. ദില്ലിയിലേക്ക് എത്തുന്നു. ഈ എന്തിനാണ് ഇദ്ദേഹം ദില്ലിയിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ച് നമ്മുടെ സർക്കാരോ അവരുടെ സർക്കാരോ ഒന്നും തന്നെ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അതിനൊരു കാരണം നമ്മൾ ഒഫീഷ്യലായിട്ട് താലിബാൻ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ബാക്ക്ഡോർ സംഭാഷണങ്ങളായിരുന്നു മുമ്പ് നടത്തിയെങ്കിൽ ഇപ്പോൾ ബാക്ക്ഡോർ അല്ല. നമ്മുടെ കഴിഞ്ഞ മാസം നമ്മൾ ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ മാസം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ അവിടെ പോവുകയും അവർ ചർച്ച നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ തിരിച്ചടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മുടെ നയതന്ത്ര പ്രതിനിധികൾ പോവുകയും എല്ലാ രാജ്യങ്ങളെയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഭീകരാക്രമണം നടന്നിട്ടുണ്ട്, പാകിസ്ഥാൻ സ്പോൺസേഡ് ആക്രമണങ്ങളാണ് നടന്നതെന്നൊക്കെ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ പോയിരുന്നു. അപ്പൊ എന്താണ് അദ്ദേഹം ഇവിടെ വന്നതെന്നോ എന്ത് ചർച്ചയാണ് നടത്തിയതെന്നോ അറിയില്ല. പക്ഷെ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുവാനും അവരുടെ മനോവീര്യം തകർക്കാനും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. കാരണം ഈ പാകിസ്ഥാന്റെ ഒരു ബോർഡർ അഫ്ഗാനിസ്ഥാനും മറ്റൊന്ന് ഇറാനുമാണ്. അപ്പം ഇവര് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ആ ഭാഗം ഒന്ന് സുരക്ഷിതമായിരിക്കും, തങ്ങളുടെ പട്ടാളക്കാരെ അവിടുന്ന് പിൻവലിച്ചാൽ അവിടെ സേഫ് ആയിരിക്കുമെന്ന് കരുതിയ പാകിസ്ഥാന് അങ്കലാപ്പ് ഉണ്ടാകുന്ന ഒരു നീക്കമായിരുന്നത്. അതായത് എല്ലാ ഭാഗത്തു നിന്നും ശത്രുക്കൾ തലമുക്കി തുടങ്ങുന്നു എന്നൊരു ചിന്ത വളർത്താൻ അത് ഉപകരിച്ചു എന്ന് തന്നെയാണ് പലരും പറയുന്നത്. അത് മാത്രവുമല്ല, ഈ തിരിച്ചടി നമുക്കറിയാം, ഈ മെയ് 3 അതിന് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടിക്കുന്നത്. ആ അഫ്ഗാൻ ഭാഗത്തു നിന്നൊക്കെ അഫ്ഗാൻ സൈനികരെല്ലാം അതിർത്തിയിലേക്ക് നീങ്ങി. അവരതിന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ട് വളരെ കാലമായിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതിനിടയിലാണ് നമ്മുടെ ഈ പാകിസ്ഥാന്റെ ഒരു നുണബോംബ് അഫ്ഗാനിസ്ഥാനിൽ വീണത്. ഒരു മിസൈൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം, അതായത് അവരെ കൂടെ വലിച്ചിഴക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങളുടെ ഇതിലൊന്നും ഒരു മിസൈലും വീണിട്ടില്ല, ഞങ്ങൾക്ക് ഇന്ത്യയായിട്ട് യാതൊരു ശത്രുതയില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അതൊരു നീക്കം നടക്കുകയുണ്ടായി. അതിനുശേഷം ഈ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിന് പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവിടുത്തെ ജനം തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ അവരെ അലട്ടുന്ന പ്രശ്നം അതൊന്നുമല്ല. ബലൂചിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയായിരുന്നു, ഞങ്ങൾ സ്വതന്ത്രമായി, ഞങ്ങളെ ഇന്ത്യ ഒന്ന് അംഗീകരിച്ചെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആകും എന്ന് പറഞ്ഞു. അതായത് ഇന്ത്യയുടെ ഒരു വാക്ക് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓക്കെ ആയി എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇന്ത്യ അത് പറയുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. കാരണം അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. കാരണം ഒരു രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നമാണ്. അവരവരുടെ തലസ്ഥാനം കൊറ്റയിലേക്ക് മാറ്റുകയും ഏതാണ്ട് ഒരു രാജ്യം പോലെ തന്നെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു ഒരു സാഹചര്യം. അങ്ങനെ പാകിസ്ഥാൻ ഒരു സൈഡിൽ ഇന്ത്യയുടെ കനത്ത ആക്രമണത്തിൽ വലിയ നാശനഷ്ടം നേരിടുന്നു, മറു സൈഡിൽ ആഭ്യന്തര കലാപം. ബലൂജികൾ ആ ഒരു സ്ഥലം ഏതാണ്ട് 71 സ്ഥലങ്ങൾ അവർ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു. ആ സ്ഥലം പിടിച്ചെടുത്ത് അവർ വെന്നിക്കൊടി നാട്ടിയിരിക്കുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വലിയ പ്രക്ഷോഭം ഉയർന്നു വരികയാണ്. അത് ഈ പഞ്ചാബ് പ്രവിശ്യയിലാണ്. പഞ്ചാബ് പ്രവിശ്യ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഭീകരവാദികളെല്ലാം തന്നെ പഞ്ചാബ് പ്രവിശ്യ എന്നുള്ളവരാണ്. ഈ ലഷ്കർ തോയ്ബയുടെ ആസ്ഥാനവും അവിടെയാണ്. അപ്പൊ അവിടെ വെച്ച് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അതിനുശേഷം ഇവരെ കാശ്മീരിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഭാഗത്ത് ഇപ്പോൾ കുടിവെള്ളം ഉൾപ്പെടെ ഒന്നും തന്നെ വെള്ളമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധവുമായിട്ട് ഇറങ്ങും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷേ ആ ഇറങ്ങുന്ന ആളുകൾ, ജനങ്ങൾ ഇന്ത്യക്കെതിരെ അല്ല മുദ്രാവാക്യം വിളിക്കുന്നത്, പാകിസ്ഥാനെതിരെയാണ് എന്നുള്ളതാണ്. കാരണം ഈ ഇന്ത്യയുടെ ഇതാണ്, ഇന്ത്യ തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം, അത് ഇന്ത്യയുടെ കാര്യമാണ്. അതിനകത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചുമ്മാ അത് ഇന്ത്യക്കെതിരെ 2 സിന്ദാബാദ് വിളിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് അവിടുത്തെ ജനത്തിനറിയാം. ഈ സാഹചര്യത്തിൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രിക്ക് ഇൻസാഫ് പാർട്ടി
വളരെ ശക്തമായി പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. ഈ സർക്കാർ താഴെ പോകണം, സൈനിക ഭരണകൂടം താഴെ പോകണം, അല്ലെങ്കിൽ രാജിവെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞ ദാരിദ്ര്യം, വരൾച്ച, ആഭ്യന്തര കലാപം ഇതിൽ പെട്ട് ഉഴറുകയാണ് പാകിസ്ഥാൻ. അതായത് അക്ഷരാർത്ഥത്തിൽ ഒഴുകുന്നു. അതിൻ്റെ ഇടയിലാണ് ഇന്ത്യയുടെ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദം ഈ ഇന്ത്യയിൽ നടക്കുകയാണ് എങ്കിൽ പഴയതുപോലെ ആകില്ല, അപ്പോൾ തന്നെ അടിക്കും, ശക്തമായി അടിക്കും എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ സിന്ധു നദീജല കരാർ പുനഃപരിശോധിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്നൊരു കാര്യം കൂടി ഇന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ്. കാരണം ഇത്രയും നാളുകൾ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യ പാകിസ്ഥാന് കത്തെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ കരാർ നമുക്കൊന്ന് പുതുക്കണം, അതിന് ചില ഭേദഗതികൾ വരുത്തണം എന്ന് പറയുമ്പോൾ ഈ കത്ത് മൈൻഡ് ചെയ്യാതിരുന്ന ഒരു രാജ്യം ഇന്ന് പറയുന്നു നമുക്കത് ഡിസ്കസ് ചെയ്യാം, എന്താണ് പ്രശ്നം, അത് നമുക്ക് അതിനകത്ത് കരാറിൽ എന്ത് വ്യവസ്ഥ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുന്നിടത്തേക്ക് എത്തി. പക്ഷെ അത് കൊടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിന് സാധ്യത നിലവിലില്ല. ഏതായാലും ഇപ്പോൾ ഉടനെ തന്നെ ഒന്നും വെള്ളം തുറന്നു കൊടുക്കാനോ ഒന്നും പോകുന്നില്ല. മാക്സിമം പാകിസ്ഥാനെ വട്ടം കറക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക, അവരുടെ ഭരണകൂടം എന്താണ് എന്നുള്ളത് അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ ജനമത് മനസ്സിലാവുകയോ ഇല്ലെന്ന് എനിക്കറിയില്ല, എങ്കിലും അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചൈന വരില്ല. കാരണം ചൈനയ്ക്ക് അവിടെ കൊണ്ട് ഫണ്ട് ഇറക്കാൻ കഴിയില്ല. ഇറക്കിയ ഫണ്ട് തന്നെ തിരിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യം. ഇവിടെ കഴിഞ്ഞ ഒരു ദിവസമാണെന്ന് തോന്നുന്നു ധനുഷ് ചർച്ചയെ പറഞ്ഞതുപോലെ ഇതെല്ലാം കൂടെ വീണ്ടും അമേരിക്കയുടെ കാൽക്കീഴിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. ഈ ആണവായുധം അടക്കം അവരിപ്പോൾ പറയാൻ പോകുന്ന കാര്യം അതായിരിക്കും. ഇന്ന് രാജ്നാഥ് സിംഗ് ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സേഫ് ആണോ എന്ന് പരിശോധിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. രണ്ടർത്ഥത്തിൽ നമുക്ക് എടുക്കാം. നമ്മൾ അടിച്ചത് ഓൾറെഡി ഒരു സൂചനയാണോ, പക്ഷെ അത് നേരെ ഒരു അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാനെ പോലെ ഒരു തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യത്തിന്റെ കയ്യിൽ ഒരു ആണവായുധം ഇരിക്കുന്നത് സേഫ് ആണോ എന്നൊരു ചോദ്യമായിട്ടാണ് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് മെയിനായിട്ട്. പക്ഷെ അതിനൊരു മറ്റൊരു മീനിങ് നമുക്ക് അങ്ങനെയും കരുതാം. അപ്പൊ ഏതായാലും ഈ പറയുന്ന ടോം കൂപ്പർ പറയുന്നത് ഇന്ത്യ ചെയ്ത കാര്യം ആദ്യം അവർ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയും പിന്നീട് അവരുടെ വ്യോമത്താവളങ്ങളും വ്യോമസേനയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആണവായുധം പോലുള്ള ഒരെണ്ണം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ആദ്യം ഇന്ത്യ ചെയ്തത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തുകളെയും എയർപോർട്ടുകൾ തകർത്തുകളെയുമാണ്. നമ്മൾ മുമ്പ് ആ ചർച്ച പറഞ്ഞിരുന്നതാണ്. ഒപ്പം തന്നെ അവര് ഈ കിരാണ ഹിൽസില് അതിന്റെ കവാടത്തിൽ ആണവായുധം സൂക്ഷിക്കുന്ന കവാടത്തിൽ അടിച്ചു. അതുകൊണ്ട് പാകിസ്ഥാൻകാർക്ക് അല്ലെങ്കിൽ അവരുടെ സൈനികർക്ക് ഇതിനുള്ളിലേക്ക് കയറാനോ ഉള്ളിൽ നിന്ന് ആണവായുധം പുറത്തെത്താനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് അവിടെ നിന്ന് ഈ ആണവായുധം പുറത്തെത്തിച്ചാലല്ലേ ഉപയോഗിക്കാൻ കഴിയൂ. കാരണം അത് പുറത്തെത്തിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അത് തകർത്ത് കളഞ്ഞിരിക്കുന്നു അവിടുത്തെ എയർപോർട്ട് അടക്കം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ വാർത്തയാണ് ആ പുറത്ത് വരുന്നത്. ഇത് നമ്മളാരും പറയുന്നതല്ല, ഇത് ഇംഗ്ലീഷുകാരൻ തന്നെ പറയുന്നത്. കാരണം അവൻ പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വിശ്വാസം വരുന്നത്. അവർ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പണപ്പെരുപ്പ് നേരത്തെ കൂടുതലുണ്ടായിരുന്നു, തൊഴിലില്ലായ്മ ഭയങ്കര വർദ്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്നു. 44% പേര് ദാരിദ്ര്യ അവസ്ഥയിലുമാണ് അവിടെ. ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോവുക എന്നുള്ളതാണ്. കാരണം സാമ്പത്തികമായിട്ട് ആരും ഇപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് മുൻപോട്ട് വരില്ല. ഇപ്പൊ അവർക്കൊരു 8,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ആകില്ല. ഇത് രാജ്യമാണെന്ന് ആലോചിക്കണം. നമ്മളിപ്പോൾ കേരളമൊക്കെയാണ് 8,000 കോടി രൂപയുണ്ട്. കേരളത്തിൽ പോലും അത്രയും കോടി അനുവദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു 1-2 മാസം പോലും നിൽക്കത്തില്ല. അപ്പോൾ പാകിസ്ഥാൻ കണക്ക് ഒരു രാജ്യം 33 കോടി ജനമുള്ളതാണ്. അപ്പൊ അവിടെ ഇത് കൊണ്ടൊന്നും ഒന്നും ആകില്ല. പിന്നെ ഇനി ഗൾഫ് രാജ്യങ്ങളാണ്, ഇവരെ എത്രത്തോളം സഹായിക്കും എന്നുള്ളതാണ്. അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ സാധ്യതയില്ലെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിനും ഒക്കെ വേണ്ടിയിട്ട് അവർ ചെയ്യുമായിരിക്കാം. പക്ഷെ അതൊക്കെ ഇനി എത്ര നാൾ ഇനി അവരത് എടുത്ത് വരണ്ട. കാരണം ഈ ജനങ്ങൾ എന്ന് പറയുന്ന സാധനം അവർക്ക് അപ്പോൾ കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഏതൊരു രാജ്യത്തിലും ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. പാലായാലും വെള്ളമായാലും കറണ്ടായാലും ഒക്കെ. നിലവിൽ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉയർത്തി കുറേ നാളായിട്ട് സമരമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു വാർത്ത POKയിൽ പുതിയ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്തയാണ്. കാരണം അവിടെ വലിയ രീതിയിൽ ഈ പാക് സൈന്യത്തിന്റെ ഇത് വന്നതും ഒപ്പം തന്നെ അവർ കുറച്ച് നാളായിട്ട് പ്രക്ഷോഭത്തിലാണ്. കാരണം അവർ 2ാം കിട പൗരന്മാരായിട്ട് ഇവർ കാണുന്നു, അവരുടെ അടിമകളെ കണക്കാണ് കാണുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും അവിടെ ഒരു ചെറിയ പ്രക്ഷോഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ നമ്മൾ കൊടുത്ത അടിയുടെ പിന്നാലെ ആ രാജ്യം തന്നെ ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥയാണ്. അധികം വൈകാതെ ഒരുപക്ഷെ ഈ ബലൂചിസ്ഥാന്റെ സ്വതന്ത്രമായത് ഒരുപക്ഷെ 1-2 രാജ്യങ്ങൾ അംഗീകരിച്ചാൽ പോലും, പക്ഷെ അതിപ്പോ രാജ്യമായിട്ട് അംഗീകരിക്കില്ല ബലൂചിസ്ഥാന്. അഥവാ അംഗീകരിക്കുകയാണെങ്കിലും അതൊരു സ്വതന്ത്ര പരമാധികാരമുള്ള പ്രദേശം എന്ന് പറഞ്ഞിട്ടായിരിക്കും അംഗീകരിക്കാൻ സാധ്യത. ഇപ്പൊ പാലസ്തീൻ ഇതുവരെ അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട്, ഇസ്രായേലിൽ അംഗീകരിക്കാത്ത രാജ്യങ്ങളുണ്ട്. അതുപോലെ ബലൂചിസ്ഥാൻ ഒരു രാജ്യമായിട്ടായിരിക്കത്തില്ല, ഒരു സ്വതന്ത്ര അധികാരമുള്ള പ്രദേശം എന്ന രീതിയിൽ ഇന്ത്യ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഈ കളി മുഴുവൻ മാറും. അങ്ങനെയുണ്ട്. അതായത് POKയ്ക്ക് പകരം ബലൂചിസ്ഥാൻ എന്നുള്ള നിലയിലേക്ക് മാറും. പണ്ടും ഇന്ത്യ ഉയർത്തുന്ന ഒരു കാര്യമാണ്
POKയുടെ കാര്യം പറയുമ്പോൾ പറയും നിങ്ങൾ ബലൂചിസ്ഥാന്റെ കാര്യം നോക്കുക, അവിടെ ഭയങ്കര മനുഷ്യാവകാശ ധ്വംസനമാണെന്ന് പറയാറുണ്ട്. അപ്പൊ POKയെ കുറിച്ച് എന്താണ് ലോകം പറയുന്നത്? ഒരു പ്രത്യേക അധികാരമുള്ള, പാകിസ്ഥാൻ തന്നെ അങ്ങനെയാണ് പറയുന്നത്, പ്രത്യേക അധികാരമുള്ള ഒരു സ്വതന്ത്ര പ്രദേശം എന്ന് പറയുന്നത്. നാളെ പ്രത്യേക അധികാരമുള്ള ഒരു സ്വതന്ത്ര പ്രദേശമായി ബലൂചിസ്ഥാന് ഇന്ത്യ കണക്ക് കൂട്ടാൻ സാധ്യതകളേറെയാണ്. താങ്ക് യു വിജയേട്ടാ, താങ്ക് യു സോ മച്ച്.